ഹലോ കുട്ടികളെ, വെൽക്കം ടു സ്കൂൾ ഫൺ ടൈം. യൂണിറ്റ് 1 അവസാനിച്ചു കേട്ടോ. ഇനി വരാൻ പോകുന്നത് യൂണിറ്റ് 2 ആണ്. ബാക്ക് ടു ഗ്രീൻ എന്നാണ് പേര്. ബാക്ക് ടു ഗ്രീൻ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. യൂണിറ്റ് 2 ബാക്ക് ടു ഗ്രീൻ. ബാക്ക് ടു ഗ്രീൻ എന്ന് വെച്ചാൽ പച്ചയിലേക്ക് മടങ്ങുക എന്നാണ്. തിരികെ പച്ചയിലേക്ക് വരാം എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കഥ നോക്കിയാലോ. പോളി ഈസ് വെയിറ്റിംഗ് ഫോർ ഹെർ ചിക്സ്. പോളി ഈസ് വെയിറ്റിംഗ് ഫോർ ഹെർ ചിക്സ്. പോളി എന്ന് പറഞ്ഞാൽ ആരാ? പോളി എന്ന് പറഞ്ഞാൽ ഈ തത്ത. ഈ പാരറ്റിനെയാണ് പറയുക പോളി എന്ന്. ഇതിൻ്റെ പേര് പോളി എന്നാണ്. ഓക്കെ, ആ പോളി എന്ന് പേരുള്ള തത്ത അതിൻ്റെ കുഞ്ഞുങ്ങളെ കാത്തു നിൽക്കുകയാണ്. പോളി ഈസ് വെയിറ്റിംഗ് ഫോർ ഹെർ ചിക്സ്. ചിക്സ് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ. പോളി ഈസ് വെയിറ്റിംഗ് ഫോർ ഹെർ ചിക്സ്. പോളി തൻ്റെ കുഞ്ഞുങ്ങളെ കാത്തു നിൽക്കുകയാണ്. വെൻ വിൽ മൈ ചിക്സ് കം ഔട്ട്? വെൻ വിൽ മൈ ചിക്സ് കം ഔട്ട്? എൻ്റെ കുഞ്ഞുങ്ങൾ എപ്പോൾ പുറത്ത് വരും? വെൻ എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോൾ എന്നാണ്. കം ഔട്ട് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വരിക. എപ്പോഴാണ് എൻ്റെ കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരിക എന്ന് ആ പോളി ചോദിക്കുന്നു. ഇവിടെ താഴെ കണ്ടോ, വേർ ആർ പോളീസ് ഫ്രണ്ട്സ്? വേർ ആർ പോളീസ് ഫ്രണ്ട്സ്? പോളിയുടെ സുഹൃത്തുക്കൾ എവിടെ? ഇവിടെ പോളിനെ മാത്രമല്ലേ കണ്ടുള്ളൂ. പോളിൻ്റെ സുഹൃത്തുക്കൾ എവിടെ? വേർ ആർ. വേർ എന്ന് പറഞ്ഞാൽ എന്താ? എവിടെ. അപ്പോൾ നമ്മൾ എന്തെല്ലാം പഠിച്ചു? വെൻ എന്ന് പറഞ്ഞാൽ എപ്പോ എന്ന് പഠിച്ചു. വേർ എവിടെ പഠിച്ചില്ലേ? വേർ ആർ പോളീസ് ഫ്രണ്ട്സ്. എവിടെയാണ് പോളിൻ്റെ ഫ്രണ്ട്സ്? എവിടെയാണ് നോക്കാം. ഇവിടെ പോളിൻ്റെ ഫ്രണ്ട്സ് കണ്ടോ? പോളിക്ക് ആരൊക്കെയാ ഫ്രണ്ട്സ്? നോക്കിക്കേ, ആനയുണ്ട്, റാബിറ്റുണ്ട് അല്ലേ? നോക്കാം. പോളി ആർ ദ ചിക്സ് ഔട്ട്? പോളി ആർ ദ ചിക്സ് ഔട്ട്? പോളി ആരാ? ആ തത്ത. ആ പാരറ്റാണ് പോളി. ഓക്കെ, പോളി കുഞ്ഞുങ്ങൾ പുറത്താണോ? ആർ ദ ചിക്സ് ഔട്ട്? കുഞ്ഞുങ്ങൾ പുറത്താണോ? ഔട്ട് എന്ന് പറഞ്ഞാൽ പുറത്ത്. ഓക്കെ, ആർ ദി ചിക്സ് ഔട്ട്? കുഞ്ഞുങ്ങൾ പുറത്താണോ? നോ, ഐ എം വെയിറ്റിംഗ്. നോ, അല്ല, ഐ എം വെയിറ്റിംഗ്. ഞാൻ കാത്തു നിൽക്കുകയാണ്. നോ, ഐ എം വെയിറ്റിംഗ്. ഞാൻ കാത്തിരിക്കുകയാണ്. ഞാൻ ആ കുഞ്ഞുങ്ങൾ വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് എന്ന് ആ പോളി പറയുന്നു. വിൽ ഹെർ ഫ്രണ്ട്സ് വെയിറ്റ് ദെയർ? വിൽ ഹെർ ഫ്രണ്ട്സ് വെയിറ്റ് ദെയർ? അവളുടെ സുഹൃത്തുക്കൾ അവിടെ കാത്തിരിക്കുമോ എന്നാണ്. ഈ ആനയും റാബിറ്റും ഒക്കെ ഇല്ലേ, ഇതൊക്കെ അവിടെ കാത്തിരിക്കുമോ? ഇതൊക്കെ പോളിയുടെ കൂട്ടുകാരാണ്, സുഹൃത്തുക്കളാണ്. അപ്പോൾ ഇവർ കാത്തിരിക്കുമോ നോക്കാം. ദീസ് ആർ പോളീസ് എഗ്സ്. ദീസ് ആർ പോളീസ് എഗ്സ്. ഇവ പോളിയുടെ മുട്ടകളാണ്. ദീസ് ആർ. ദീസ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതലുള്ളതിനാണ് ദീസ് എന്ന് പറയുക. അപ്പോൾ ദിസ് എന്ന് പറഞ്ഞാൽ ഇത്. അപ്പോൾ ഇത് 3 എണ്ണം കണ്ടോ? അപ്പോൾ എന്താ പറയുക? ദീസ് ആർ. ദീസ് ആർ പോളീസ് എഗ്. ഇത് പോളിയുടെ മുട്ടകളാണ്. ഐ ആം ഔട്ട്. ഐ ആം ഔട്ട്. ഞാൻ പുറത്താണ്. അത് ഒന്ന് വിരിഞ്ഞു അല്ലേ? ഐ ആം ഔട്ട്. ഞാൻ പുറത്താണ്. ബാക്കി 2 എണ്ണം വിരിഞ്ഞില്ല. ദ ഫസ്റ്റ് ലിറ്റിൽ പാരറ്റ് കംസ് ഔട്ട്. ദ ഫസ്റ്റ് ലിറ്റിൽ പാരറ്റ് കംസ് ഔട്ട്. ആദ്യത്തെ ചെറിയ തത്ത പുറത്ത് വന്നു. ലിറ്റിൽ. ലിറ്റിൽ എന്ന് പറഞ്ഞാൽ ചെറിയ. ഓക്കെ, ദ ഫസ്റ്റ് ലിറ്റിൽ പാരറ്റ് കംസ് ഔട്ട്. ആദ്യത്തെ ചെറിയ തത്ത പുറത്ത് വന്നു. ദ സെക്കൻഡ് ലിറ്റിൽ പാരറ്റ് കംസ് ഔട്ട്. ദ സെക്കൻഡ് ലിറ്റിൽ പാരറ്റ് കംസ് ഔട്ട്. രണ്ടാമത്തെ ചെറിയ തത്തവും പുറത്ത് വന്നു. കണ്ടില്ലേ, പിക്ചർ കണ്ടോ? ആദ്യം ഒരെണ്ണം വന്നു, പിന്നെ രണ്ടാമത്തത് പുറത്ത് വന്നു. ദ സെക്കൻഡ് ലിറ്റിൽ പാരറ്റ് കംസ് ഔട്ട്. കംസ് ഔട്ട് എന്ന് പറഞ്ഞാൽ പുറത്തു വരുന്നു. ഓക്കെ, അടുത്തത് നോക്കാം. ഐ ആം ഔട്ട് ടു. ഐ ആം ഔട്ട് ടു. ഞാനും
പുറത്താണ്. ഐ ആം ഔട്ട്, ഞാനും പുറത്താണ്. ഈ ടു എന്ന് ചേർക്കൂലേ, അത് ഞാനും എന്ന് സൂചിപ്പിക്കാനാണ്. ഓക്കെ, ഇപ്പോൾ എന്താ പറയുന്നത്? ഞാനും പുറത്താണ്. ഐ ആം ഔട്ട് ടു. ഓക്കെ, ദ തേർഡ് ലിറ്റിൽ പാരറ്റ് കംസ് ഔട്ട്. ദ തേർഡ് ലിറ്റിൽ പാരറ്റ് കംസ് ഔട്ട്. ആ മൂന്നാമത്തെ തത്തയും പുറത്തു വന്നു. നൗ, നൗ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ. നൗ there are 3 parrots. Now there are 3 parrots. ആദ്യം കണ്ടോ, പാരറ്റ് എന്നായിരുന്നു പറഞ്ഞത്. അത് ഒരെണ്ണത്തിനാണ് പാരറ്റ് എന്ന് പറയാം. അപ്പോൾ ഒന്നിൽ കൂടുതലുണ്ടെങ്കിലോ പാരറ്റ്സ്. ഓക്കെ, ഒരു എസ് ചേർക്കും. ഓക്കെ, നൗ there are 3 parrots. ഇപ്പോൾ അവിടെ 3 തത്തകളുണ്ട്. കണ്ടില്ലേ? ഇപ്പോൾ ആ 3 എണ്ണം വിരിഞ്ഞു. ഇപ്പോൾ 3 തത്തകളുണ്ട്. One little parrot comes out first. One little parrot comes out first. ആദ്യം ഒരു ചെറിയ തത്ത പുറത്തു വരുന്നു. The second little parrot comes out next. The second little parrot comes out next. അടുത്തതായി രണ്ടാമത്തെ ചെറിയ തത്ത പുറത്തു വരുന്നു. The 3 little parrots open their eyes. The 3 little parrots open their eyes. ആ 3 ചെറിയ തത്തകളും കണ്ണുകൾ തുറക്കുന്നു. ഐസ് എന്ന് പറഞ്ഞാൽ കണ്ണല്ലേ? ഓപ്പൺ their eyes, അവരുടെ കണ്ണുകൾ തുറക്കുന്നു. their എന്ന് പറഞ്ഞാൽ അവരുടെ. ഓപ്പൺ their eyes, അവരുടെ കണ്ണുകൾ തുറക്കുന്നു. The 3 little parrots open their eyes. ആ 3 തത്തകളും അവരുടെ കണ്ണുകൾ തുറക്കുന്നു. ആദ്യം ഒരു ചെറിയ തത്ത പുറത്തു വന്നു. അടുത്തതായി രണ്ടാമത്തെ തത്ത പുറത്തു വന്നു. എന്നിട്ട് ആ 3 തത്തകളും അവരുടെ കണ്ണുകൾ തുറന്നു. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഐ ആം ജിൽ. ഐ ആം ജിൽ, ഞാൻ ജിൽ ആണ്. ഐ ആം ദിൽ. ഐ ആം ദിൽ, ഞാൻ ദില്ലാണ്. മൈ നെയിം ഈസ് റിൽ. മൈ നെയിം ഈസ് റിൽ, എൻ്റെ പേര് റിൽ എന്നാണ്. മൈ നെയിം ഈസ് എന്ന് പറഞ്ഞാൽ എൻ്റെ പേര്. മൈ നെയിം ഈസ് റിൽ, എൻ്റെ പേര് റിൽ എന്നാണ്. ഇപ്പോൾ വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിച്ചാൽ നമ്മൾ പറയൂലേ മൈ നെയിം ഈസ്, അങ്ങനെ പറയൂലേ? അതാണ് മൈ നെയിം ഈസ് റിൽ, എൻ്റെ പേര് റിൽ എന്നാണ്. ജിൽ ഹാസ് എ ബിഗ് ബീക്ക്. ജിൽ ഹാസ് എ ബിഗ് ബീക്ക്, ജില്ലിന് ഒരു വലിയ കൊക്കുണ്ട്. ഈ 3 പിക്ചർ കണ്ടോ? ഇതിൽ വലിയ കൊക്കുള്ളതാണ് ജിൽ. ജില്ലിന് വലിയ കൊക്കുണ്ട്. ബീക്ക് എന്ന് പറഞ്ഞാൽ കൊക്ക്. ബിഗ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ, വലുത്. അപ്പോൾ ജില്ലിന് വലിയ കൊക്കുണ്ട്. ജിൽ ഹാസ് എ ബിഗ് ബീക്ക്. ദിൽ ഹാസ് ലോങ് ലെഗ്സ്. ദിൽ ഹാസ് ലോങ് ലെഗ്സ്, ദില്ലിന് നീളമുള്ള കാലുകളുണ്ട്. ലോങ്, ലോങ് എന്ന് പറഞ്ഞാൽ നീളമുള്ളത്. ദിൽ ഹാസ് ലോങ് ലെഗ്സ്. ലെഗ്സ് എന്ന് പറഞ്ഞാൽ അറിയൂലേ, കാലാണ്. ദില്ലിന് വലിയ കാലുകളുണ്ട്. റിൽ ഹാസ് എ റെഡ് റിംഗ്. റിൽ ഹാസ് എ റെഡ് റിംഗ്. റെഡ് എന്ന് പറഞ്ഞാൽ എന്താ? ചുവപ്പ്. റിൽ ഹാസ് എ റെഡ് റിംഗ്, റില്ലിന് ചുവന്ന റിങ്ങുണ്ട്. റിങ് എന്ന് പറഞ്ഞാൽ മോതിരമാണ്. ഇവിടെ ഈ തത്തയ്ക്ക് മോതിരം അതിൻ്റെ കഴുത്തിലായിട്ട് കണ്ടോ? അതിനാണ് പറയാം റിൽ ഹാസ് എ റെഡ് റിംഗ്. റിൽ എന്ന തത്തയ്ക്ക് ചുവന്ന റിങ്ങുണ്ട്, ചുവന്ന മോതിരമുണ്ട്. ഓക്കെ, ഇനി ഇവരെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവോ? വലിയ കൊക്കുള്ളത് ജിൽ ആണ്, വലിയ കാലുകളുള്ളത് ദിൽ ആണ്, കഴുത്തിലൊരു റിംഗ് ഉള്ളത് റിൽ ആണ്. ഓക്കെ, നോക്കാം, നെക്സ്റ്റ് നോക്കാം. 1, 2, 3 ജിൽ, ദിൽ ആൻഡ് റിൽ. 1, 2, 3 ജിൽ, ദിൽ ആൻഡ് റിൽ. 1, 2, 3 ജിൽ, ദിൽ പിന്നെ റിൽ. ഓക്കെ, ഫ്ലൈ ആൻഡ് ഫ്ലൈ അപ്പ് ഇൻ ദ സ്കൈ. ഫ്ലൈ ആൻഡ് ഫ്ലൈ അപ്പ് ഇൻ ദ സ്കൈ. ഫ്ലൈ എന്ന് പറഞ്ഞാൽ എന്താ? പറക്കുക. സ്കൈ എന്ന് പറഞ്ഞാൽ ആകാശം. ഫ്ലൈ ആൻഡ് ഫ്ലൈ അപ്പ് ഇൻ ദ സ്കൈ.
പറന്ന് പറന്ന് മേലെ ആകാശത്തിലേക്ക് എത്തി. ജില്ലും ദില്ലും റില്ലും പറന്ന് പറന്ന് ആകാശത്തിലേക്ക് എത്തി. ഫ്ലൈ ആൻഡ് ഫ്ലൈ അപ്പ് ഇൻ ദ സ്കൈ. അപ്പ് എന്ന് പറഞ്ഞാൽ മേലെ, മേലെ ആകാശത്തിലേക്ക് എത്തി. 1 2 3 ജിൽ ദിൽ ആൻഡ് റിൽ ഫ്ലൈ ആൻഡ് ഫ്ലൈ അപ്പ് ഇൻ ദ സ്കൈ. ജില്ലും ദില്ലും റില്ലും പറന്ന് പറന്ന് ആകാശത്തിലേക്ക് എത്തി. ഈ പിക്ചറിൽ കണ്ടോ, അവർ 3 പേരും പറക്കുന്നതായിട്ട് കണ്ടോ? അവർ പറന്ന് പറന്ന് ആകാശത്തിലേക്ക് എത്തി. നെക്സ്റ്റ് നോക്കാം. ജിൽ ദിൽ ആൻഡ് റിൽ പ്ലേ അറൗണ്ട്. ജിൽ ദിൽ ആൻഡ് റിൽ പ്ലേ അറൗണ്ട്. ജില്ലും ദില്ലും റില്ലും ചുറ്റും കളിക്കുന്നു. പ്ലേ അറൗണ്ട്, ചുറ്റും കളിക്കുന്നു. റിൽ ഫ്ലൈസ് എവേ. റിൽ ഫ്ലൈസ് എവേ. റിൽ പറന്നു പോകുന്നു. ഫ്ലൈസ് എവേ, പറന്നു പോകുന്നു. ജില്ലും ദില്ലും റില്ലും ചുറ്റും കളിക്കുന്നു. അപ്പോൾ റിൽ പറന്നു പോകുന്നു. എങ്ങോട്ടാ പോയേ? ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വിൽ റിൽ കം ബാക്ക്? വിൽ റിൽ കം ബാക്ക്? ആ റില്ലിന് തിരിച്ചു വരുമോ? നോക്കാം. റിൽ ഫാൾസ് ഇൻ ടു എ ടിൻ. റിൽ ഫാൾസ് ഇൻ ടു എ ടിൻ. റിൽ ഒരു ടിന്നിലേക്ക് വീഴുന്നു. ഫാൾസ് എന്ന് പറഞ്ഞാൽ വീഴുന്നു. റിൽ ഫാൾസ് ഇൻ ടു എ ടിൻ. റിൽ ഒരു ടിന്നിലേക്ക് വീഴുന്നു. ഈ പിക്ചറിൽ ഒരു ബക്കറ്റ് കണ്ടോ? അതിൽ റെഡ് പെയിൻ്റാണ് ഉള്ളത്. അതിലേക്ക് റിൽ വീഴുന്നു. റിൽ ഫാൾസ് ഇൻ ടു എ ടിൻ. ദർ ഈസ് റെഡ് പെയിൻറ് ഇൻ ഇറ്റ്. ദർ ഈസ് റെഡ് പെയിൻറ് ഇൻ ഇറ്റ്. അതിൽ ചുവന്ന പെയിൻ്റ് ഉണ്ട്. കണ്ടോ? ആ ബക്കറ്റ് കണ്ടോ? ചുവപ്പ് പെയിൻ്റുള്ള ബക്കറ്റാണ്. അതിലേക്കാണ് റില്ല് വീണത്. ദർ ഈസ് റെഡ് പെയിൻറ് ഇൻ ഇറ്റ്. അതിൽ ചുവന്ന പെയിൻ്റ് ഉണ്ട്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ക്യാൻ റിൽ കം ഔട്ട് ഓഫ് ദി ടിൻ? ക്യാൻ റിൽ കം ഔട്ട് ഓഫ് ദി ടിൻ? റിൽ ടിന്നിൽ നിന്ന് പുറത്ത് വരുമോ എന്നാണ്. ആ റിൽ എന്ന തത്തയ്ക്ക് പുറത്ത് വരാൻ പറ്റുമോ? അത് പറന്നു വരുമായിരിക്കുമോ? അടുത്ത പേജിൽ നോക്കാം. റിൽ വാസ് ഗ്രീൻ. റിൽ വാസ് ഗ്രീൻ. റിൽ പച്ചയായിരുന്നു. വാസ് എന്ന് പറഞ്ഞാൽ ആയിരുന്നു, അതിനാണ് വാസ് ചേർക്കുക. ഓക്കെ. റിൽ വാസ് ഗ്രീൻ. റിൽ പച്ചയായിരുന്നു. നൗ ഹി ഈസ് റെഡ്. നൗ ഹി ഈസ് റെഡ്. ഇപ്പോൾ അവൻ ചുവന്നിരിക്കുന്നു. ഇപ്പം ആ പിക്ചറിൽ ചുവന്ന റില്ലിനെ കണ്ടോ? അവൻ ആ പെയിന്റിലേക്ക് വീണ് ചുവപ്പ് നിറമായി. അവൻ്റെ പച്ച നിറം പോയി, ഇപ്പോൾ ചുവന്ന നിറമായി. ഹി വാക്സ് ഹോം. ഹി വാക്സ് ഹോം. അവൻ വീട്ടിലേക്ക് നടക്കുന്നു. വാക്സ് എന്ന് പറഞ്ഞാൽ നടക്കുന്നു. ഹോം എന്ന് പറഞ്ഞാൽ വീട്. ഹി വാക്സ് ഹോം. അവൻ വീട്ടിലേക്ക് നടക്കുന്നു. ഒന്നുകൂടി വായിക്കാം. റിൽ വാസ് ഗ്രീൻ. നൗ ഹി ഈസ് റെഡ്. ഹി വാക്സ് ഹോം. റിൽ ആദ്യം പച്ചയായിരുന്നു. അവനിപ്പോൾ ചുവപ്പായി. അവൻ വീട്ടിലേക്ക് നടക്കുന്നു. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് വിൽ ജിൽ ആൻഡ് ദിൽ സേ? വാട്ട് വിൽ ജിൽ ആൻഡ് ദിൽ സേ? ജില്ലും ദില്ലും എന്തു പറയും? ഈ ചുവന്ന റില്ലിനെ കണ്ടാലേ ജില്ലും ദില്ലും എന്തായിരിക്കും പറയുക? അവർക്ക് മനസ്സിലാവോ? ഇതാരാന്ന് മനസ്സിലാവോ? നോക്കാം. റിൽ കംസ് ബാക്ക്. റിൽ കംസ് ബാക്ക്. റിൽ തിരികെ വരുന്നു. റിൽ കംസ് ബാക്ക്. കംസ് ബാക്ക് എന്ന് പറഞ്ഞാൽ തിരികെ വരുന്നു. റിൽ കംസ് ബാക്ക്. റിൽ തിരികെ വരുന്നു. ഹു ആർ യു? ഹു ആർ യു? നിങ്ങൾ ആരാ എന്നാരാ ചോദിക്കുന്നത്? ആരാ അത് ചോദിക്കുന്നത്? ജിൽ ആണ്. അതിൻ്റെ കൊക്ക് കണ്ടോ? അതിൻ്റെ കൊക്ക് വലുതാണ്. വലിയ കൊക്കുള്ളത് ജില്ലാണ്. ഐ ആം റിൽ. ഐ ആം റിൽ. ഞാൻ റില്ലാണ് എന്നവൻ പറയുന്നു. നോ, റിൽ ഈസ് ഗ്രീൻ. നോ, റിൽ ഈസ് ഗ്രീൻ. ഇല്ല, റിൽ പച്ചയാണ്. നിങ്ങൾ ആരാന്ന് ചോദിക്കുന്നത് എങ്ങനെയാ? ഹു ആർ യു എന്നാണ്. ഈ റില്ല് വന്നപ്പോൾ ജില്ല് ചോദിക്കുന്നു, ഹു ആർ യു? നീ ആരാണ്? അതത്തൊക്കെ കണ്ടിട്ട് മനസ്സിലായില്ല. അപ്പോൾ ചോദിക്കുക, നീ ആരാണ്? ഹു ആർ യു?
അപ്പോൾ റില്ല് പറഞ്ഞു ഐ ആം റിൽ, ഞാൻ റില്ലാണെന്ന്. അപ്പോൾ പറയുന്നു നോ, റിൽ ഈസ് ഗ്രീൻ. ഇല്ല, റില്ല് പച്ചയാണ്, നീ റില്ലല്ല എന്നാരാ പറയുന്നേ എന്ന് ദിൽ പറയുന്നു. വാട്ട് വിൽ റിൽ ഡു നൗ? വാട്ട് വിൽ റിൽ ഡു നൗ? ഇനി റിൽ എന്തായിരിക്കും ചെയ്യുക? തിരികെ പോവോ? അവർക്കാർക്കും അതിനെ മനസ്സിലായില്ല. അതെന്തായിരിക്കും ഇനി ചെയ്യുക? നോക്കാം. റിൽ ഈസ് സാഡ്. റിൽ ഈസ് സാഡ്. റില്ലിന് സങ്കടമുണ്ട്. സാഡ് എന്ന് പറഞ്ഞാൽ സങ്കടം. റിൽ ഈസ് സാഡ്. റില്ലിന് സങ്കടമുണ്ട്, വിഷമമുണ്ട്. അവരൊക്കെ അറിയില്ല എന്നൊക്കെ പറഞ്ഞതല്ലേ, അതുകൊണ്ട് അവനക്ക് വിഷമമുണ്ട്. ഹി വാക്സ് എവേ. ഹി വാക്സ് എവേ. അവൻ നടന്നു പോകുന്നു. അവർക്കാർക്കും മനസ്സിലാവാത്തതുകൊണ്ട് അവൻ സങ്കടത്തിൽ തിരികെ നടന്നു പോകുന്നു. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വേർ വിൽ റിൽ ഗോ? വേർ വിൽ റിൽ ഗോ? റിൽ എവിടെ പോകും? ഈ റില്ലിന് എവിടെയാ പോവുക? എവിടെ ആയിരിക്കും പോവുക? വേറെ കൂട്ടുകാരൊന്നിച്ച് പോവോ? നോക്കാം. കം, ഇറ്റ് ഈസ് റെയിനിങ്. കം, ഇറ്റ് ഈസ് റെയിനിങ്. കം എന്ന് പറഞ്ഞാൽ എന്താ? വരൂ. ഇറ്റ് ഈസ് റെയിനിങ്. വരൂ, മഴ പെയ്യുന്നു എന്ന് അതിലൊരു തത്ത പറഞ്ഞു. വരൂ, മഴ പെയ്യുന്നുണ്ട്. പിക്ചറിൽ കണ്ടോ മഴ പെയ്യുന്നതായിട്ട്? വരൂ, മഴ പെയ്യുന്നുണ്ട്. കം, ഇറ്റ് ഈസ് റെയിനിങ്. റെയിൻ എന്ന് പറഞ്ഞാൽ മഴ. റെയിനിങ് എന്ന് പറഞ്ഞാൽ പെയ്യുന്നു. ഓക്കെ, ഈ പെയ്തുകൊണ്ടിരിക്കൂലേ, മഴ പെയ്തുകൊണ്ടിരിക്കൂലേ, അതിനെയാണ് റെയിനിങ് എന്ന് പറയുക. ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. മഴ പെയ്യാൻ തുടങ്ങി. സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞാൽ തുടങ്ങി. ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. മഴ പെയ്യാൻ തുടങ്ങി. ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് വിൽ ഹാപ്പൻ നൗ? വാട്ട് വിൽ ഹാപ്പൻ നൗ? ഇനി എന്ത് സംഭവിക്കും? എന്തായിരിക്കും സംഭവിക്കുക? ഈ പിക്ചർ കണ്ടോ? ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നണേ? എന്താ തോന്നുന്നേ? മഴ പെയ്യുമ്പോൾ അവൻ്റെ ശരീരത്തിലെ പെയിന്റ് പോകുന്നതായിട്ട് കാണാം അല്ലേ? അവൻ തിരികെ പച്ചയിലേക്ക് വരുന്നത് കാണാം അല്ലേ? അടുത്തത് നോക്കാം. റിൽ മൈ ഡിയർ. റിൽ മൈ ഡിയർ. റിൽ എൻ്റെ പ്രിയേ. ഡിയർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉറ്റ ആൾക്കാരെ പറയുന്നതാണ് ഡിയർ എന്ന്. അടുത്തുള്ള ക്ലോസ് ഉള്ള ആൾക്കാരെ പറയുന്നതാണ് ഡിയർ എന്നൊക്കെ. ഇപ്പോൾ ടീച്ചേഴ്സൊക്കെ പറയൂലേ മൈ ഡിയർ സ്റ്റുഡൻറ്റ്, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ എന്നൊക്കെ പറയൂലേ, അതിനാണ് ഡിയർ എന്ന് ചേർക്കുക. റിൽ മൈ ഡിയർ. റിൽ എൻ്റെ പ്രിയേ. ഹുറ, ഐ ആം ഗ്രീൻ അഗെയിൻ. ഹുറ, അത് പറക്കുന്ന ശബ്ദമാണ്. ഓക്കെ, ഐ ആം ഗ്രീൻ അഗെയിൻ. ഐ ആം ഗ്രീൻ അഗെയിൻ. ഞാൻ വീണ്ടും പച്ചയായി. അഗെയിൻ എന്ന് പറഞ്ഞാൽ വീണ്ടും. ഞാൻ വീണ്ടും പച്ചയായി എന്ന് റില്ല് പറയുന്നുണ്ട്. ഹുറ, ഐ ആം ഗ്രീൻ അഗെയിൻ. ഞാൻ വീണ്ടും പച്ചയായി. നൗ റിൽ ഈസ് ഗ്രീൻ. ഓൾ ആർ ഹാപ്പി. നൗ റിൽ ഈസ് ഗ്രീൻ. ഇപ്പോൾ റില്ല് പച്ചയാണ്. ഓൾ ആർ ഹാപ്പി. എല്ലാവരും സന്തോഷത്തിലാണ്. റിൽ തിരികെ പച്ചയായതിൽ എല്ലാവരും സന്തോഷത്തിലാണ്. മഴ വന്നപ്പോൾ അവൻ്റെ കളറൊക്കെ പോയി. ഇപ്പോൾ വീണ്ടും അവൻ പച്ചയായി. അതിലെല്ലാവർക്കും സന്തോഷമുണ്ട്. എല്ലാവരും വളരെ ഹാപ്പിയായി, സന്തോഷമായി. ഈ കഥ ഇവിടെ കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്, അതും കൂടി നോക്കാം. ക്യാൻ യു റൈറ്റ് ദി മിസ്സിംഗ് വേർഡ്സ്? ഇവിടെ വിട്ടുപോയ സ്ഥലം കണ്ടോ? അത് നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെന്ന്. ഈ പെട്ടിയിൽ കുറച്ച് വാക്കുകൾ കണ്ടോ? അതിലേതൊക്കെ വാക്കുകളാണ് ഇതിലില്ലാത്ത? അത് നോക്കി ഇവിടെ എഴുതാനാ പറയുന്നത്. ഞാൻ 3 പറഞ്ഞു തരാം. നിങ്ങളിതിൽ നോക്കി അതിൻ്റെ സ്പെല്ലിംഗ് ഒക്കെ കറക്റ്റാക്കി എഴുതണേ. ഒന്ന് ലോങ് എന്നാണ്. ലോങ്, LONG. ഓക്കെ. രണ്ടാമത്തത് സ്കൈ. ഓക്കെ, SKY. സ്കൈ, SKY. മൂന്നാമത്തത് പൈൻറ്റ്, PAINT. PAINT, പൈൻറ്റ്. ഓക്കെ, ഈ കഥ ഇവിടെ അവസാനിച്ചു. ഇനി വരാൻ പോകുന്നത്
എ ജംഗിൾ റൈഡ് എന്ന കഥയാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പറയാനൊക്കെ ഉണ്ടെങ്കിൽ സ്കൂൾ ഫൺ ടൈം എന്ന ഇൻസ്റ്റഗ്രാം പേജിൽ മെസ്സേജ് ഇട്ടാൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണേ.